Now we are going to learn about people who help us. Okay, അതായത് people who help us എന്ന് പറഞ്ഞാൽ എന്തുവാ ആണ്. ഇപ്പോൾ ഞങ്ങളുടെ സൊസൈറ്റിയിൽ ഒത്തിരി helpers ഉണ്ട്. ഇപ്പോൾ different types of people are there in our society. Okay, so how they are useful for us. അതായത് ഈ ആൾക്കാരെല്ലാവരും എങ്ങനെ നിങ്ങളെ സഹായിക്കുന്നതാണ് ഇപ്പം കുട്ടികൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പം കുട്ടികൾക്ക് തന്നെ അറിയാമായിരിക്കും അല്ലേ, ഡോക്ടറുണ്ട്, അന്ന് നേഴ്സസ് ഉണ്ട്, പിന്നെ വേറെ ആരൊക്കെ ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, പിന്നെ ഇവിടെയും കാണുന്ന എഞ്ചിനീയേഴ്സ്, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പം കുട്ടികളും നിങ്ങൾ പഠിക്കുമ്പോൾ എന്തോ ചെയ്യും, നിങ്ങൾ എങ്ങനെ പഠിക്കുന്നത്, ഞാൻ ഡോക്ടറാകാൻ പോകുന്നു, എഞ്ചിനീയർ ആകാൻ പോകുന്നു, അങ്ങനെയല്ലേ പറയുന്നത് കുട്ടികൾ. സോ വി ആർ ഗോയിങ് ടു സീ. സോ യു നോ ചിൽഡ്രൻ, you know they are, you have doctors, nurse, teachers and all in your society. Yes, so I'm going to teach you how they help you. Okay, ഈ ആൾക്കാരെല്ലാവരും ഞങ്ങളെ എങ്ങനെ സഹായിക്കുന്നതെന്ന് പറഞ്ഞ് അതപ്പോൾ ഞാൻ ഇപ്പം പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിപ്പം കേൾക്കണം കേട്ടോ പിള്ളേർ. ഓക്കെ, സോ ഫസ്റ്റ് യു ഹാവ് എ ഡോക്ടർ. ഓക്കെ, ഇതാരായത് അന്ന് ഡോക്ടർ. അടുത്തത് നേഴ്സ്. Okay, next you have a nurse. Then a teacher. Who is this? A teacher. Teacher nana. Then next you have a cobbler. Who is this? A cobbler. Here you have a policeman. Who is this? Yes, a policeman. Then you have milkman, tailor, engineer and postman. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആരൊക്കെ ഉണ്ട് പിള്ളേർ കാണുന്നുണ്ടോ? ഇവിടെ ആരൊക്കെ ഉണ്ട്, ആരുടെയൊക്കെ പടമൊക്കെ ഇവിടെ ഉള്ളത്? ഡോക്ടർ, നേഴ്സ്, പിന്നെ അധ്യാപകർ. ടീച്ചർ എന്ന് പറഞ്ഞാൽ ആരാ? അധ്യാപകൻ. പിന്നെ കോബ്ലർ. കോബ്ലർ എന്ന് പറഞ്ഞാൽ ആരാ? ചെരുപ്പ് കുത്തി എന്ന് പറയും കേട്ടോ. അപ്പം ഞാൻ അത് കഴിഞ്ഞിപ്പോൾ ഞാൻ പറയാം ഇവരൊക്കെ എന്തോ ചെയ്യുമെന്ന് ഞാൻ പറയാം. ഇതാരാ? ഇതിപ്പം ചെരുപ്പ് കുത്തി. ഇത് പോലീസ്, പിന്നെ പാൽക്കാരൻ, എൻജിനീയർ. ഇതാരാ? ടൈലർ. ഇത് വന്നിട്ട് പോസ്റ്റ്മാൻ. ഓക്കെ, സോ ഹിയർ ആർ ഫ്യൂ ഓഫ് our helpers, that is our society, which help us in our society or in our places. Here we have few people over here. Okay, so now I will explain for the first one. ആദ്യത്തെ ആരെവിടെ? ഡോക്ടർ. ഡോക്ടർ എന്താ ചെയ്യുന്ന പിള്ളേർ അറിയോ? പിള്ളേർക്ക് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആരാ? ഡോക്ടർ എന്തോ ചെയ്യും? എവിടെ പോകുമ്പോഴത്തേക്കാണ് ഡോക്ടേഴ്സിനൊക്കെ കാണുന്നത്? യെസ്, സോ വെൻ യു ഗോ ടു എ ഹോസ്പിറ്റൽ, അതായത് ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ അവിടെ എന്തോ അവിടെയാണ് ഈ ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സസ് കാണുന്നത്. യെസ്, യു സീ എ ഡോക്ടർ ആൻഡ് എ നേഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽസ്. യെസ്, വാട്ട് ഡസ് എ ഡോക്ടർ ആൻഡ് ദ നേഴ്സ് ഡു? അതായത് ഡോക്ടർ നേഴ്സസ് ഒക്കെ എന്തോ ചെയ്യും നിങ്ങൾക്ക്? ഇപ്പം നിങ്ങൾക്ക് സുഖമില്ല, പനിയുണ്ട്, അങ്ങനെ ആകുമ്പോൾ എന്തോ ചെയ്യും? അമ്മ എവിടെയാണ് കൂട്ടിയിട്ട് പോകുന്നത്? ഡോക്ടറിൻ്റെ അടുത്താണ് കൂട്ടിയിട്ട് പോകുന്നത് ആണല്ലോ. സോ ദ ഡോക്ടർ treats us. Yes, the doctor will treat you when you are not well or when you are sick. You go to the doctor. Yes, he will give you medicines. But ഡോക്ടറിൽ എന്തോ അന്ന് മരുന്നൊക്കെ എഴുതി തരും അല്ലേ പിള്ളേർക്ക്? പനി ഉണ്ടെങ്കിൽ എന്തോ ചെയ്യും? മരുന്ന് എഴുതി തരും, ഇഞ്ചക്ഷനൊക്കെ തരും. So he is a person who treats us when we are sick. Okay, അതായത് ഡോക്ടർ വന്നിട്ടാണ് എന്തുവാ അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തുവാ നിങ്ങളെ നോക്കുന്നതെല്ലാം ആരാ? ഡോക്ടറാണ്. നേഴ്സ് എന്തോ ചെയ്യും? വാട്ട് ഡസ് എ നേഴ്സ് ഡു ഇൻ ദ ഹോസ്പിറ്റൽ? യെസ്, വാട്ട് എവർ ദ ഡോക്ടർ സേസ് ദ നേഴ്സ് വിൽ ഡു. അപ്പം ഡോക്ടർ എന്തോ ചെയ്യും? നേഴ്സിനെ വിളിച്ചിട്ടാണ് എന്തോ ഇഞ്ചക്ഷൻ തരാൻ പറയുന്നത് ആണല്ലോ. അപ്പം നിങ്ങൾക്ക് പനി ഉണ്ടെങ്കിൽ എന്തോ പനി വെച്ചെല്ലാം ചെക്ക് ചെയ്യത്തില്ലേ? തെർമോമീറ്റർ വെച്ച് ചെക്ക് ചെയ്യത്തില്ല? അതൊക്കെ ആരാ ചെയ്യുന്നത്? നേഴ്സ് തന്നെയാണ് ചെയ്യുന്നത്. യെസ്, വെൻ യു ഗോ ടു ദ ഹോസ്പിറ്റൽ, ഹൂ വിൽ ചെക്ക് യുവർ ഫീവർ, യുവർ ടെമ്പറേച്ചർ? യെസ്, ദ നേഴ്സ് വിൽ ചെക്ക് യുവർ ടെമ്പറേച്ചർ. ദെൻ ഇഫ് യു ഹാവ് എനി വൂണ്ട്, അതായത് ഇപ്പം കൈ കാല് എന്തെങ്കിലും ഒരു മുറിവൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം അതൊക്കെ ഡ്രസ്സ് ചെയ്യുന്ന, ബാൻഡേജൊക്കെ ഇടുന്നത്, അതെല്ലാം ചെയ്യുന്നത് നേഴ്സ് ആണ്. ഓക്കെ, സോ എ ഡോക്ടർ ആൻഡ് എ നേഴ്സ് ആൻഡ് ദേ വർക്ക് ഇൻ എ ഹോസ്പിറ്റൽ. എവിടെയാണ് അവർ ജോലി ചെയ്യുന്നത്? ഡോക്ടർ നേഴ്സസ് എവിടെയാണ് ജോലി ചെയ്യുന്നത്? ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത്. ഓക്കെ, സോ വി ഹാവ് ഡോക്ടർ, and nurse. Okay, okay, so what does the doctor and the nurse do? Doctor and nurse endo cheyyunnathu? Yes,
treats the sick. Treats the sick. Okay, and where does a doctor and nurse work? അവരെവിടെയാണ് ജോലി ചെയ്യുന്നത്? ഡോക്ടറും നഴ്സൊക്കെ ജോലി ചെയ്യുന്നത് അതിനെന്തുവാ പറയുന്നത്? ഹോസ്പിറ്റൽ, അതായത് ആശുപത്രി. ഓക്കെ, സോ ദേ വർക്ക് ഇൻ ദ ഹോസ്പിറ്റൽ. Okay, so the first one is doctor and the nurse. Okay, so once more I will tell you, ഒന്നും കൂടെ പറയാം. ഡോക്ടറും നഴ്സും എന്തോ ചെയ്യും? പിള്ളേർക്കെല്ലാം അസുഖം അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരാണ് നിങ്ങളെ വന്നിട്ട് നോക്കി അത് മരുന്നൊക്കെ എഴുതി തരുന്നത് ആരാ? ഡോക്ടറാണ്. നഴ്സസ് വന്ന് ഇഞ്ചക്ഷൻ തരുന്നത് അതൊക്കെ ചെയ്യും. ഡോക്ടറിനെ ഹോസ്പിറ്റലിൽ ഏൽപ്പിച്ച് ചെയ്യുന്ന ആരാ? നേഴ്സാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ജോലി ചെയ്യുന്നത് എവിടെയാണ്? അതിൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്തുവാ? ആശുപത്രി, ദാറ്റ് ഈസ് ഹോസ്പിറ്റൽ. ഓക്കെ, നൗ സെക്കൻഡ് യു ഹാവ് ടീച്ചർ. ഓക്കെ, ടീച്ചർ എന്ന് പറഞ്ഞാൽ ആരാ? കുട്ടികൾക്ക് അറിയാം. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലൊക്കെ ആരാ പഠിപ്പിക്കുന്നത്? നിങ്ങളെ ടീച്ചറാണ്. അപ്പോൾ ടീച്ചറിന് എന്താ പറയും? അധ്യാപകർ എന്ന് പറയും. ആണല്ലോ. ടീച്ചർ വന്നിട്ട് ലേഡിയും ഉണ്ട് ജെൻസും ഉണ്ട്. ആണല്ലോ. ചില സ്കൂളിൽ സാറ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് സാറൊക്കെ ക്ലാസ് എടുക്കത്തില്ലേ? എടുക്കും. സോ സംടൈംസ് ദേ ആർ ടീച്ചേഴ്സ് ലേഡീസ് ആൻഡ് ഓൾസോ ജെൻസ് ഫോർ ടീച്ചിങ്. ഓക്കെ, അതായത് സ്കൂളിൽ വന്നിട്ട് ടീച്ചറും ഉണ്ട്, ഇല്ലെങ്കിൽ ചിലർ മിസ്സെന്ന് വിളിക്കും. ആണല്ലോ. ടീച്ചേഴ്സും ഉണ്ട്, ഇല്ലെങ്കിൽ സാർമാരും ഉണ്ട് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഡസ് എ ടീച്ചർ ഡു? ടീച്ചർ എന്തോ ചെയ്യുന്നത്? അതായത് അധ്യാപകൻ എന്തോ ചെയ്യുന്നത്? നിങ്ങൾക്ക് വന്ന് എല്ലാം ഉള്ള സബ്ജക്ട്സ് എല്ലാം പഠിപ്പിക്കുന്നത് ആരാ? സ്കൂളിലെല്ലാം പോകുമ്പോൾ പഠിപ്പിക്കുന്നത് ആരാ? ടീച്ചർ തന്നെയാണ്. ആണല്ലോ. ഇപ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്ട്സും പഠിപ്പിക്കും. എന്തോ കണക്ക് പഠിപ്പിക്കും, ഇംഗ്ലീഷ് നിങ്ങൾക്ക് പഠിപ്പിക്കും, എല്ലാം ഓരോരോ ടീച്ചർ വന്ന് വരത്തില്ലേ ക്ലാസ്സിൽ? സോ ടീച്ചേഴ്സ് ദേ ഹെൽപ്പ് us ടു സ്റ്റഡി. ഇഫ് നോ ദേ ടീച്ച് us. ഓക്കെ, അവർക്ക് എന്തൊക്കെ അറിയാം അതെല്ലാം നിങ്ങൾക്ക് പഠിപ്പിക്കും ടീച്ചേഴ്സ്. ഓക്കെ, സോ സെക്കൻഡ് വൺ വി ഹാവ് ടീച്ചർ. So what does a teacher do? Teacher and the അധ്യാപകൻ എന്തോ ചെയ്യുന്നത്? പഠിപ്പിക്കും. So the teacher teaches. Okay, so the teacher teaches. അധ്യാപകൻ എന്തോ ചെയ്യും? പഠിപ്പിക്കും. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് എല്ലാം പഠിപ്പിക്കും. അപ്പോൾ ഈ ടീച്ചേഴ്സൊക്കെ എവിടെയാണ് ഉള്ളത്? ടീച്ചറെല്ലാം വീട്ടിനകത്താണ് ഇരുന്ന് പഠിപ്പിക്കുന്നത് പിള്ളേരെ? അല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ചെയ്യും? നിങ്ങളെല്ലാം സ്കൂളിൽ പോകണം അല്ലേ? സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് എന്തുവാ? അവിടെയാണ് ടീച്ചറെല്ലാം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും അല്ലേ? സോ യു സീ ഓൾ ദ ടീച്ചേഴ്സ് ഇൻ ദ സ്കൂൾ. സോ വേർ ഡസ് എ ടീച്ചർ വർക്ക്? യെസ്, ദേ വർക്ക് ഇൻ സ്കൂൾസ്. Okay, the teacher works in the school. Okay, next one. അടുത്തത് ഇവിടെ ആര്? കോബ്ലർ, അതായത് ചെരുപ്പ് കുത്തി. കോബ്ലർ എന്ന് പറഞ്ഞാൽ ആരാ? പിള്ളേർക്ക് അറിയാവോ? കുട്ടികൾക്ക് അറിയാവോ ഈ കോബ്ലർ എന്ന് പറഞ്ഞാൽ ആരാന്ന് അറിയാവോ? അപ്പം ഞാൻ പറഞ്ഞുതരാം. ഈ കോബ്ലർ എന്ന് പറഞ്ഞാൽ ചെരുപ്പ് കുത്തി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുവാ? ഇപ്പം നിങ്ങളുടെ ചെരുപ്പ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷൂസ്, ചെരുപ്പൊക്കെ പൊട്ടിപ്പോകുമ്പോൾ എന്തോ ചെയ്യും? ഇവരുടെ അടുത്ത് കൊണ്ടുപോയി ഈ ചെരുപ്പ് കുത്തിയെടുത്ത് പോയാൽ അവർ തുന്നി അല്ലെങ്കിൽ തയ്ച്ച് എല്ലാം വന്നിട്ട് റെഡിയാക്കി തിരിച്ചു തരും. കണ്ടിട്ടുണ്ടോ പിള്ളേർ? cobbler. What does a cobbler do? Yes, the cobbler mends your shoes. Yes, if your shoes are cut, okay, if something happens to your shoes, what do? Yes, you take it to the cobbler. He will stitch your shoes. Okay, so the cobbler mends your shoes. ഇപ്പം കോബ്ലർ എവിടെയാണ് ഉള്ളതെന്ന് എവിടെയാണ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കോബ്ലേഴ്സ് എല്ലാം റോട്ടിലായിരിക്കുന്നത്. ചെരുപ്പ് കുത്തികളൊക്കെ എവിടെ കാണും? ചിലവർക്ക് കട കാണും, ചിലവരെന്ത് റോട്ടിന് ഓരത്തിൽ തന്നെ നിന്ന് എല്ലാം തയ്ക്കും. കണ്ടിട്ടുണ്ടോ? ബിക്കോസ് കോബ്ലേഴ്സ്, സം കോബ്ലേഴ്സ് they have small shops. There are some cobblers, they will sit on the road and they will, what they will do? Yes, they will help you mend your shoes. Okay, so third one is a cobbler. So what does a cobbler do? Yes, cobbler will mend your shoes.
ഓക്കെ. സോ ചെരുപ്പ് കുത്തി എന്തോ ചെയ്യും? ആണ്, ഷൂസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യും. അടുത്തെന്തുവാ? പോലീസ്. പോലീസ് അപ്പോൾ എല്ലാവരും പിള്ളേരെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? പോലീസ്. ഓൾ ഓഫ് യു ഹാവ് സീൻ പോലീസ്? യെസ്. സോ വാട്ട് ഡസ് എ പോലീസ് ഡു ചിൽഡ്രൻ? പോലീസ് എന്തോ ചെയ്യുന്നത്? പോലീസ് വന്നിട്ട് എന്തോ ചെയ്യും? ഒന്നിൽ വന്നിട്ട് ഈ കള്ളന്മാരെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? കള്ളനൊക്കെ വീട്ടിനകത്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾ ആരാ വിളിക്കുന്നത്? പോലീസിനാണ് വിളിക്കുന്നത്. സോ വാട്ട് ഡസ് എ പോലീസ് ഡു? Yes, he will catch the thief. Yes, and if you have any problem, you will call for the police. Yes, so he helps us to be safe also at home. Yes, because he is a person. If anything goes wrong, you will call the police. Okay. ഇപ്പോൾ പോലീസൊക്കെ എവിടെയാണ്? ഇപ്പോൾ എവിടെ പോയാലും പോലീസിനെ കാണാൻ പറ്റത്തുള്ളൂ? പോലീസ് സ്റ്റേഷനിൽ പോകണം. പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവിടെയാണ് പോലീസ് എല്ലാം ജോലി ചെയ്യുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ് യു ഹാവ് ദ പോലീസ്. So what does the police do? Yes, he will catch the thieves. And where you find the police? Where do the police work? What do you say for that? Police എല്ലാം ജോലി ചെയ്യുന്നത് എന്തുവാ? police station. Okay. പോലീസ് സ്റ്റേഷൻ. ഇപ്പോൾ ഈ പോലീസിൽ തന്നെ ഇൻ ദിസ് പോലീസ് ദേ ആർ 2 types. ഓക്കെ. പോലീസിൽ തന്നെ എന്തുവാ? ചിലപ്പോൾ നിങ്ങൾ റോഡ് ട്രാഫിക്കിൽ നിങ്ങൾ പോലീസ് കണ്ടിട്ടുണ്ടല്ലോ. ദേ ആർ കോൾഡ് ട്രാഫിക് പോലീസ്. ഓക്കെ. അതെല്ലാം വന്നിട്ട് എന്തോ ചെയ്യുന്നത്? ട്രാഫിക്കിനെല്ലാം ഗൈഡ് ചെയ്യുന്ന കാറ് ബസ്സൊക്കെ ഇരിക്കത്തില്ലേ? ട്രാഫിക്കിനെല്ലാം ഗൈഡ് ചെയ്യുന്ന അതിന് പോലീസാണ് നിൽക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ യു ഹാവ് എ മിൽക്ക്മാൻ. വാട്ട് ഈസ് എ മിൽക്ക്മാൻ ഡു? മിൽക്ക്മാൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? പാൽക്കാരൻ. പാൽക്കാരൻ എന്തോ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ എന്തോ അറിയാം പാൽക്കാരനെ പറ്റി? നിങ്ങളുടെ വീട്ടിൽ വരുമല്ല, രാവിലെ വന്നിട്ട് പാല് കൊടുക്കുന്നതിനാണ് എന്തോ ചെയ്യുന്നത്? ഈ പാൽക്കാരൻ്റെ ജോലി. സോ വാട്ട് ഈസ് ദ വർക്ക് ഓഫ് എ മിൽക്ക് മാൻ? യെസ്, he comes morning or evening to your house and he will supply milk for you. Yes, okay. So next we have is milkman. So what does a milkman do? Yes, he supplies milk. കുട്ടികൾ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. മിൽക്ക് മാൻ എന്ന് പറഞ്ഞാൽ പാൽക്കാരൻ എന്തോ ചെയ്യും? രാവിലെ സൈക്കിളിൽ പാലിൻ്റെ ക്യാനൊക്കെ എടുത്ത് വെച്ച് വന്നിട്ട് മണി അടിക്കുമ്പോഴത്തേക്കും നിങ്ങൾ വെളിയിൽ പോയി പാൽ വാങ്ങിക്കത്തില്ലേ? എല്ലാ വീട്ടിലും ഓരോരോ വീട്ടിൽ നിങ്ങൾ അടുത്ത വീട്ടിലൊക്കെ എല്ലാവർക്കും പാലെല്ലാം കൊടുക്കും. ഓക്കെ. സോ വാട്ട് ഡസ് എ മിൽക്ക് മാൻ ഡു? Yes, he will supply milk even in your house, in your neighbor's house. Have you seen children? He will come in the cycle. Yes, good. Now, next you have a engineer. What does the engineer do? What is the work of the engineer? Engineer എന്ന് പറഞ്ഞാൽ engineer എന്തോ ചെയ്യുന്നത്? ഇപ്പം പിള്ളേരും പറയും വലുതാകുമ്പോഴത്തേക്കും ഞാൻ എഞ്ചിനീയർ ആവാൻ പോവാണെന്ന് പറയത്തില്ലേ പിള്ളേർ? കുട്ടികളാണ്. അപ്പോൾ എഞ്ചിനീയറിൻ്റെ ജോലി എന്തുവാ? എഞ്ചിനീയർ വന്നിട്ട് വീട്, അതായത് ബിൽഡിംഗ് എല്ലാം കെട്ടുന്ന അവരാണ് ഈ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എഞ്ചിനീയർ ഇസ് വാട്ട്? യെസ്, when you build a new house, yes, the engineers will help you to, they will give you the design for the house. You have seen children? Yes, so they will help you to build a house. Okay, so next we have engineers. So main the engineers are for construction. Okay, house എന്തുവാണ് ഇപ്പോൾ ഒരു വീട് കെട്ടണമെങ്കിൽ എന്തെങ്കിലും കടയെല്ലാം കെട്ടണമെങ്കിൽ എന്തായാലും എഞ്ചിനീയേഴ്സെ വിളിച്ച് അവരാ ചെയ്യുന്നത്. ഓക്കെ. സോ they help us in construction. Okay, so engineers help us in construction. Okay, so next we have ടൈലർ. ഓക്കെ. അപ്പം ടൈലറിന് ഒന്ന് ആരാ?
ആണ് പിള്ളേരുടെ ഉടുപ്പ് ഡ്രസ്സെല്ലാം തയ്ക്കുന്നത് ആരാ? ടൈലേഴ്സാണ് തയ്ക്കുന്നത് ആണല്ലോ. അപ്പം നിങ്ങൾ ഒരു പുതിയതായിട്ട് ഒരു ഡ്രസ്സൊക്കെ തയ്ക്കുകയാണെങ്കിൽ എവിടെ പോകും നിങ്ങൾ? ടൈലറിൻ്റെ അടുത്ത് പോയി ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ എനിക്ക് വേണമെന്ന് പറയുമ്പോഴത്തേക്ക് അവർ തയ്ച്ചു തരും. ഓക്കെ, സോ എ ടൈലർ, how does a tailor help you? Yes, the tailor will stitch your clothes. Some new clothes you want to stitch, the tailor will stitch those clothes. So what does a tailor do? The tailor stitches. Clothes. Okay, the tailor stitches clothes. Now next we have postman. Okay, who is this? A postman. ഇപ്പോൾ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞാൽ ആരാ? പോസ്റ്റ്മാനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ വീട്ടിലൊക്കെ വരുമോ പോസ്റ്റ്മാൻ? ആന്ന്. പോസ്റ്റ്മാൻ വന്നിട്ട് എന്തോ ചെയ്യും? എന്തെങ്കിലും കത്ത് എഴുത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കത്തുകളൊക്കെ വന്ന് തന്നിട്ട് പോകും അല്ലേ പോസ്റ്റ്മാൻ. സോ വാട്ട് ഡസ് എ പോസ്റ്റ്മാൻ ഡു? യെസ്, he will come to your house and he will deliver any, if you have any letters, yes, he will come from the post office. So where does the postman work? Yeah, it's called the post office. So the postman will come and give you any letters. If you have any letters, the postman will give you. Okay, so you have a postman. So the postman gives us letters. Okay, and the postman works in a post office. Have you been to a post office, children? Post office la poyittundo pillaru? Poyittillengi poganam keto. So in the post office only they will work and they will come and give you all the letters. So once more I'll tell you, this is people who help us. Okay, adayathu ഞങ്ങളുടെ സൊസൈറ്റിയിൽ സഹായിക്കുന്ന ആരൊക്കെ? കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് ഇവർ. സോ ഡു യു ഹാവ് ഡോക്ടർ, നേഴ്സ്, ടീച്ചർ അതായത് അധ്യാപകൻ, കോബ്ലർ അതായത് ചെരുപ്പ് കുത്തി, പോലീസ്, ദെൻ മിൽക്ക്മാൻ അതായത് പാൽക്കാരൻ, ടൈലർ, എൻജിനീയർ ആൻഡ് പോസ്റ്റ്മാൻ. ഓക്കെ, ഇപ്പോൾ ഇവരില്ലാതെ ഇനിയും ഒത്തിരി പേരുണ്ട് ഞങ്ങളുടെ സൊസൈറ്റിയിൽ ഹെൽപ്പ് ചെയ്യുന്നത്. അതർ ദാൻ ദീസ് ദേ ആർ മെനി അതർ പീപ്പിൾ ഹു ഹെൽപ്പ് യു ഇൻ യുവർ സൊസൈറ്റി. യു ഹാവ് സ്വീപ്പേഴ്സ്. സ്വീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ചിലപ്പോൾ നിങ്ങൾ റോഡിൽ പോകുമ്പോൾ കാണുമല്ലോ, റോഡെല്ലാം വന്നിട്ട് കൂട്ടിയിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് വെക്കും. ദേ ആർ കോൾഡ് ദ സ്വീപ്പേഴ്സ്. സോ യു ഹാവ് സ്വീപ്പേഴ്സ്. ദെൻ യു ഹാവ് അഗെയിൻ മോർ people who help you in your society. So as I told you here, the doctor and nurse, what does a doctor and nurse do? Doctor nurse എന്തോ ചെയ്യും? they will treat the sick. അതായത് നിങ്ങൾക്ക് സുഖമില്ല അങ്ങനെ ആണെങ്കിൽ ആശുപത്രി പോകുമ്പോൾ ആരും നോക്കുന്നത്? ഡോക്ടറും നേഴ്സസുമാണ് നിങ്ങളെ നോക്കുന്നത്. Then you have a teacher. Where you find the teacher? Yes, the teacher works in a school. Okay, so what does a teacher do? Teacher എന്തോ ചെയ്യും? അധ്യാപകർ എന്തോ ചെയ്യും? പിള്ളേർക്കെല്ലാം പഠിപ്പിക്കും അല്ലേ? ഓരോരോ സബ്ജക്റ്റിനെ പറ്റി പഠിപ്പിക്കുന്നതാണ് എന്തോ അധ്യാപകൻ്റെ ജോലി. നെക്സ്റ്റ് യു ഹാവ് കോബ്ലർ. അതായത് ഞാൻ പറഞ്ഞില്ലേ ചെരുപ്പ് കുത്തി. കോബ്ലർ എന്തോ ചെയ്യും? ഇപ്പോഴാണ് ഞാൻ പറഞ്ഞ കോബ്ലർ എന്തോ ചെയ്യും? കോബ്ലർ ഇറ്റ് മെൻസ് യുവർ ഷൂസ്. അതായത് നിങ്ങളുടെ പൊട്ടിപ്പോയ ഷൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം തയ്ച്ചെല്ലാം നീറ്റായിട്ട് എന്തോ ചെയ്യും? ഈ ചെരുപ്പ് കുത്തിയാണ് അതെല്ലാം ചെയ്യുന്നത്. ദെൻ യു ഹാവ് പോലീസ് വാട്ട്? യെസ്, he will catch the thieves. അതായത് കള്ളന്മാരെ പിടിക്കുന്നത്, എന്തെങ്കിലും അടിയെല്ലാം ഉണ്ടെങ്കിൽ അതിനെ പറ്റിയൊക്കെ നോക്കുന്നതെല്ലാമാണ് പോലീസിൻ്റെ ജോലി. ട്രാഫിക് പോലീസ് ആണെങ്കിൽ എന്തോ ചെയ്യും? ട്രാഫിക് എല്ലാം വന്ന് ഗൈഡ് ചെയ്യും ആണല്ലോ. ദ ട്രാഫിക് പോലീസ്, വാട്ട് ഡസ് എ ട്രാഫിക് പോലീസ് ഡു? യെസ്, he will guide the traffic, okay, on the road. Then you have your milkman. അതായത് പാൽക്കാരൻ എന്തോ ചെയ്യുന്നത്? രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് പാലെല്ലാം കൊണ്ടുതരും. ഈ സപ്ലൈസ് മിൽക്ക് ഫോർ യു. ഓക്കെ, ദെൻ എൻജിനീയർ. വാട്ട് ഡസ് ദ എൻജിനീയർ ഡു? യെസ്, he helps us in construction. ഓക്കെ, അതായത് ഒരു വീട് കെട്ടുമ്പോഴത്തേക്ക് ആ വീടിനെ പറ്റിയെല്ലാം വരയ്ക്കത്തില്ലേ? എവിടെയാണ് റൂം, എവിടെയാണ് അടുക്കള എല്ലാം വരുന്നത്, അതെല്ലാം ഈ എൻജിനീയേഴ്സാണ് എല്ലാം വരച്ചൊക്കെ തരുന്നത്. ഓക്കെ, ദെൻ യു ഹാവ് ടൈലർ എന്തോ ചെയ്യും? തുണിയെല്ലാം തയ്ച്ചു തരും. ദേ സ്റ്റിച്ച് ദ
clothes. Okay, your uniform and all, you will go to the tailor, right? ഇപ്പോൾ യൂണിഫോം ഒക്കെ തയ്ക്കുന്ന എവിടെയാണ് പോകുന്നത്? ടൈലറിൻ്റെ അടുത്താണ് പോയി അതെല്ലാം തയ്ക്കുന്നത്. Then you have your postman. Postman എന്തോ ചെയ്യും? പോസ്റ്റ്മാൻ വിൽ ഗിവ് us ലെറ്റേഴ്സ്. അതായത് എന്തെങ്കിലും എഴുത്ത് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ഓഫീസിൽ വരുമ്പോഴത്തേക്ക് അവരാണ് കൊണ്ടുവന്ന് എന്തോ ചെയ്യുന്നത്? നിങ്ങളുടെ വീട്ടിൽ വന്ന് കൊടുത്തിട്ട് പോകും. ഈ പോസ്റ്റ് ബോക്സ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതെന്തോ കളറായിരിക്കും? ചുമന്ന കളറിൽ പോസ്റ്റ് ബോക്സ് ഉണ്ട്. അതിൻ്റെ അകത്തല്ലേ നിങ്ങൾ എഴുത്തൊക്കെ ഇടുന്നത്. യു ഹാവ് എ റെഡ് ബോക്സ്, റൈറ്റ്? പോസ്റ്റ് ബോക്സ്. യു ഹാവ് സീൻ ചിൽഡ്രൻ? യു വിൽ put your letters inside that box and the postman will come and collect all those letters. ആ പോസ്റ്റ് പെട്ടിക്കകത്തുള്ള എഴുത്തുകൾ എന്തോ ചെയ്യും? ഈ പോസ്റ്റ്മാൻ തന്നെ വന്ന് അതെല്ലാം തുറന്ന് അതെല്ലാം എടുത്ത് എവിടെ കൊണ്ടുപോകും? പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി വെക്കും. ഓക്കെ, സോ ദ സെയിം വേ or you have some helpers here. Other than this you have even other helpers. ഇതില്ലെങ്കിൽ ഒത്തിരി വേറെ ഹെൽപ്പേഴ്സും ഉണ്ട്. ഓക്കെ, ആസ് ഐ സെഡ് സ്വീപ്പർ. ഓക്കെ, സ്വീപ്പർ എന്ന് പറഞ്ഞാൽ എന്തുവാ? റോളെല്ലാം കൂട്ടുന്നത്. ദെൻ യു ഹാവ് ഷെഫ്സ്. അതായത് ഷെഫ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ ഹോട്ടലിൽ പോയി നിങ്ങൾ ആഹാരമൊക്കെ കഴിക്കത്തില്ലേ, അത് ആഹാരമൊക്കെ ഉണ്ടാക്കുന്നത് ആരാണ്? അവർ ഷെഫ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വെൻ യു ഗോ ടു എ ഹോട്ടൽ, ഹൂ കുക്സ് ദ ഫുഡ് ഓവർ ദർ? യെസ്, ദേ ആർ കോൾഡ് ഷെഫ്സ്. Then you have waiters. Waiters എന്ന് പറഞ്ഞാൽ എന്തുവാ? when you go to the hotel, they will serve the food for you. Yes, അതായത് നിങ്ങൾ ഹോട്ടലിലൊക്കെ പോകുമ്പോഴത്തേക്ക് ആഹാരം കൊണ്ട് തന്ന് വെക്കുന്നത് നിങ്ങൾ ആരെ വിളിക്കും? വെയിറ്റർ എന്ന് വിളിക്കത്തില്ലേ? സോ ദേ all are people who help us. Okay, so we need to be very thankful and kind to all these people because they all help you in our society. അപ്പം ഇങ്ങനത്തുള്ള ആൾക്കാരൊക്കെ കാണുമ്പോഴത്തേക്ക് എന്തോ ചെയ്യും? ഒരു ബഹുമാനം വേണം അല്ലേ നമുക്ക്? അതെന്തിനാ? കാരണം ഇവരെല്ലാവരും ഞങ്ങളെല്ലാവരെയും സഹായിക്കുന്ന ആൾക്കാരാണ് ഇവർ. ഓക്കെ.